君の中にある赤と青き線それらが結ばれるのは真のഹലോ ഗൈസ്, ഏസ്തറ ജേണൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അതായത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗീവ് അവേ ഉണ്ടായിരുന്നു. 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. 3 വിന്നേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്കിതൊക്കെ ഓരോ സാധനങ്ങളും എനിക്ക് പ്രീഷ്യസ് ആണ്. അപ്പം എനിക്കതിൻ്റെ സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ അയ്യോ, ആൾ ഇത്രയും ഒരു അച്ചീവ്മെൻറ്റിൽ തന്നെ എല്ലാവർക്കും കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത്രയും നല്ല നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആളുടെ ചാനലൊന്ന് കയറി നോക്കുക. ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്ര പെർഫെക്റ്റായിട്ട്, സംഭവങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ. ജേർണലിംഗ് ഒക്കെ കണ്ടിരിക്കാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് ജേർണലിങ്സ് ആണ്. ഞാൻ ആളുമായിട്ട് പേഴ്സണലി ഇച്ചിരി കൂടെ അറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഇഷ്ടമായിട്ട് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കോണ്ടാക്റ്റ് ഉള്ളത്. അതും യൂട്യൂബ് വഴി തന്നെ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, ആൾ കണ്ടിഷ്ടപ്പെട്ടിട്ടൊക്കെ നമ്മൾ എന്താ പറയുക സംസാരിച്ചു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ ഒന്ന് കോണ്ടാക്റ്റായി വന്നു. പിന്നെ നമ്മൾ എന്താ പറയുക യൂട്യൂബിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് സംസാരിക്കുക. യൂട്യൂബിൽ എങ്ങനെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം, കുറേ നല്ല നല്ല കണ്ടൻറ്റ്സ് എങ്ങനെ ഇതാക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുക. എന്നാലും എന്താ പറയുക പേഴ്സണലി കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ള ഒരാളാണ് എന്ന് തന്നെ പറയാം. ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ, എടാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എനിക്കറിയത്തില്ല. ഒരു ഫ്രണ്ടാന്ന് പറയാം, ഒരു സിസ്റ്ററാന്ന് പറയാം, എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്. ഷോർട്ട് വീഡിയോയിൽ എനിക്കിതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ആളുടെ സെലക്ഷൻ, ചിലവരൊക്കെ ഉണ്ടല്ലോ, അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്കൊന്നും കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈവൻ ഒരു ചെറിയ സംഭവം ആണെങ്കിൽ പോലും അത്രയും എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്തായാലും എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും, ഒരു പേനയാണെങ്കിൽ പോലും ആ ഗിഫ്റ്റിൽ അത്രയും സന്തോഷത്തോടെയാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ വാങ്ങുന്ന ആൾ അത്രയും പ്രൗഡായിട്ട് വേണ്ടിയിരിക്കുക. നമ്മളെ സ്നേഹത്തോടെ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഇത്രയും അത് 3 പേർക്ക് ഇത്രയും നല്ല പോലെ ഇരുന്ന് നോക്കി, എന്താ പറയുക, ആൾ എബ്രോഡുള്ള ഒരാളാണ്, അമേരിക്കയിലാണ് ആളുള്ളത്. എന്നിട്ടും എന്താ പറയുക നാട്ടിലുള്ള നമുക്ക് വേണ്ടിയിട്ട് ഓരോ ഗിഫ്റ്റും ആളിങ്ങനെ നോക്കിയെടുക്കുമായിരുന്നു. ലിറ്റിൽ വിങ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഓരോ സംഭവങ്ങളും ഈച്ച് ആൻഡ് എവറി വൺ ഇങ്ങനെ നോക്കിയാണ് നമുക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, ഒരു ആമസോണോ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്തിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ എന്തോരം സമയം പോകും നമുക്കറിയാം. അപ്പോൾ ഗിവ് അവേ കൊടുക്കുന്നതാണ്, മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ്, അവർ അത്രയും സന്തോഷമാവണം ആ ഗിഫ്റ്റ് കാണുമ്പോൾ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റോടെ അത്രയും എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി അറിയുന്നതുകൊണ്ട് പറയുകയാണ്, ആൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ് ഞാൻ ഇച്ചിരി അഡ്രസ്സ് ചെറുതായിട്ടൊന്ന് സ്റ്റേറ്റ് മാറിയാണ് കൊടുത്തത്. സ്റ്റേറ്റിന് പകരം ഞാൻ എൻ്റെ കറണ്ട് പ്ലേസ് ലൊക്കേഷനില്ലേ അതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നെക്കാട്ടിലും ടെൻഷൻ പുള്ളിക്കാരത്തിക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കത് എന്താ പറയുക നമ്മുടെ കയ്യിലോട്ട് സേഫായിട്ട് എത്തണം. ഇനി എത്തുമോ, നീ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ടെൻഷൻ ആവില്ലേ, എത്തും എന്നുള്ള രീതിക്ക് ഞാൻ പറയുമായിരുന്നു. അപ്പം ആൾക്ക് അത് നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അറിയാണ്ട് ആൾക്കൊരു സമാധാനമില്ല. അപ്പം ഞാൻ പറയുവാണ്, ഇന്ന് ഈ സംഭവം എത്തും എന്നുള്ള കാര്യം എന്നെ വിളിച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആൾ പറയുക ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ആക്കാം, എന്താ ഗിഫ്റ്റ് കിട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളതെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ആ ഗിഫ്റ്റൊക്കെ കണ്ട് ഓക്കെ ആയിട്ടാണ് കിടന്നത്. അവിടെ എന്താ പറയുക ഇവിടുത്തെ ടൈം ഡിഫറൻസ് ഭയങ്കരമാണല്ലോ. അവിടെ ഉറങ്ങേണ്ട ടൈം കഴിഞ്ഞു, അതായത് 1-2 മണിയും കണ്ടൊക്കെ ആയി. എന്നിട്ട് ആൾ ഉറങ്ങാണ്ട് ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോ, ഇങ്ങനെയുണ്ട്, എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടോ, പറഞ്ഞ എല്ലാ ഐറ്റംസും അതിനകത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ, ഗിവ് അവേ കൊടുത്താലും ആരെങ്കിലും ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും ടെൻഷനൊക്കെ അടിക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക എല്ലാവരും കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അറിയുന്നതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളും ബിഗിനറാണ്. എന്നാൽ പോലും നമ്മുടെ കൂടെ എന്താ ഉള്ളവരൊക്കെ വളരണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ
ടു ബി ഫ്രാങ്ക് ഞാൻ പറയുവാണ്, കൂടെ ഉള്ളവരും ഒരുപോലെ നമ്മളെപ്പോലെ തന്നെ വളരണം, അല്ലെങ്കിൽ അവരൊന്ന് അച്ചീവ് ചെയ്യണം ലൈഫിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന റിലേറ്റീവ്സ് ആണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഇപ്പം അറിയാത്തൊരാൾ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഭയങ്കര ലക്കാണ് കേട്ടോ. അത് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല, അതൊക്കെ ഭയങ്കര റെയറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു സിസ്റ്ററാണ്. ഇപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ആൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റൊക്കെ. ആൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം, എന്താ പറയുക, ഈ ഒരു ഗിഫ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ബാക്കിയുള്ള 2 പേർക്കും ഇത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. ആൾക്ക് എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ നിങ്ങളും ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താ പറയുക, ഫുള്ള് സന്തോഷത്തോടെ എഫേർട്ട് ഇട്ട് അങ്ങനെ തന്നെ കൊടുക്കുക. കിട്ടുന്ന ആളുടെ റെസ്പോൺസ് എന്താണെന്നൊന്നും നിങ്ങൾ ബോധറാവണ്ട. നിങ്ങൾ നിങ്ങളുടെ ഫുൾ ഓഫ് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എന്താ പറയുക, അത്രയും സ്നേഹത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറയുകയാണ്, ബാക്കിയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും ആലോചിച്ചൊന്നും ബോധറേ ആവണ്ട. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഗിഫ്റ്റിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്.